ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ദിവസം ഒരു വലിയൊരു ദിവസമാണ് കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം എനിക്ക് സദ്യ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യണം. നാളെയാണ് നമ്മുടെ വീട്ടിൽ ഓണം വരുന്നത്. അപ്പം ഈ വർഷത്തെ ആദ്യത്തെ ഓണമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ രാവിലെ ഒരു പാലർജി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജിയാനസ്. ഈ സദ്യ ഉണ്ടാക്കാൻ പോകുമ്പോൾ എനിക്ക് എപ്പോഴുള്ള കൺഫ്യൂഷനാണ് ഏത് വെച്ച് തുടങ്ങണം, എപ്പോൾ തുടങ്ങണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പ് കറി വെക്കാൻ തുടങ്ങിയാലോ എന്നുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് മെയ്ഡ് സ്റ്റോണിൽ പോകാനായിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് കുറച്ചേറെ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ പരിപ്പ് കറി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ മേടിച്ചാലേ നമുക്ക് ബാക്കി കഷ്ണത്തിനൊക്കെ അരിയാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ പരിപ്പ് കറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കറി അങ്ങ് സെറ്റ് ആവുമല്ലോ. കാരണം ഇന്നലെ ഒന്നും കറികളുടെ സെക്ഷനിൽ ഒന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സാധനം ആദ്യം സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു. പരിപ്പറി ഇങ്ങനെ പ്രത്യേകിച്ച് വലിയതായിട്ട് അരിയാനായിട്ടൊന്നുമില്ല. ആകെ ടൊമാറ്റോ മാത്രമേ അരിയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഇന്നലെ നൈറ്റ് ഓഫ്, ഇന്ന് അല്ലാത്തൊരു ഓഫാണ്. അച്ഛനാണെങ്കിൽ ഇന്ന് നൈറ്റ് ഓഫാണ്. നാളെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്ക് നൈറ്റുള്ള ദിവസമാണ്. പക്ഷേ നമുക്ക് വേറൊരു ദിവസമില്ല കേട്ടോ ഇവിടെ ഓണസദ്യ വിളമ്പാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് നാളത്തെ ഒരു ദിവസം അങ്ങനെ വെച്ചത്. കാരണം അവരുടെ ഡ്യൂട്ടിയും കൂടെ നോക്കണം. അങ്ങനെ പറഞ്ഞ് നമ്മുടെ പരിപ്പറി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റെഡിയൊക്കെ ആയി വന്നിട്ട് നമുക്ക് ഇന്ന് മെയ്ഡ് സ്റ്റോണിൽ പോകാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെയ്ഡ് സ്റ്റോണിൽ പോകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചു കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ പോകുന്നത് നിസലോക്കൽ എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിലാണ്. എപ്പോഴെപ്പോഴും ഞങ്ങൾക്ക് ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ് ഞങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നിസലോക്കലിൽ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റുമല്ലോ. പോകുന്ന വഴിക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയാണ് പെട്രോൾ അടിക്കാനായിട്ട് കയറിയത്. അങ്ങനെ പിന്നെ നമ്മൾ നിസലോക്കലിലെത്തി. അങ്ങനെ ലിസ്റ്റ് എഴുതി പോയതുകൊണ്ട് അങ്ങനെ അത്രയും വലിയ രീതിയിലൊന്നും ഷോപ്പിംഗ് ചെയ്യാനായിട്ടൊന്നും ഇല്ലായിരുന്നു. ഉള്ള സാധനങ്ങൾ അന്നേരം തന്നെ മേടിച്ചപ്പെട്ട് തന്നെ വീട്ടിലോട്ട് വന്നു. കാരണം നമുക്കിന്ന് സദ്യ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ ഒത്തിരി നേരമൊന്നും കടയിൽ നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ആ നിസലോക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു വീടിൻ്റെ ഒരു ഗാർഡനാണേ. അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും അവിടെ ഒന്നൊന്നും വീഡിയോ ഒന്നും എടുത്താലോ എന്ന്. അങ്ങനെ എപ്പോഴെപ്പോഴും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണും. എനിക്കിതൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛന് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനത്തെ ഫ്രോസൺ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അങ്ങനെ ആ സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടൊന്നും ഇല്ല. പിന്നെ പൊറോട്ടൊക്കെ നമ്മൾ ഇന്നലെ വേൾഡ് ഫുഡിൽ പോയപ്പോൾ മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം ഇവിടെ നിന്ന് മേടിക്കണ്ടെന്ന് വെച്ചു. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഞാനിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതേ ഉള്ളൂ. ശരിക്കും ഞങ്ങൾ മെയ്ഡ് സ്റ്റോണിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ സാമ്പാർ പൊടിയും പായസം കിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടായിരുന്നു. പിന്നെ കായ വേണം എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. അങ്ങനത്തെ 2-3 ഐറ്റംസ്, നമുക്ക് വേൾഡ് ഫുഡ് കിട്ടാത്ത ഐറ്റംസ് മാത്രം മേടിക്കാനായിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. ഇങ്ങനെ ഒരു സെക്ഷനിൽ നോക്കി പറയുന്നത് നമ്മുടെ ഫ്രോസൺ ഇഡ്ഡലി ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്ക് ഇഡ്ഡലി വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് മേടിച്ചില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഗാർലിക് പറാത്ത മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ടേസ്റ്റ് നിബിൾസിൻ്റെ കേരള ഫിഷ് കറിയും കൂടി മേടിച്ചിട്ട് ഇന്നൊരു ലഞ്ച് അങ്ങ് പാസ്സാക്കാമെന്ന് വെച്ചു. കാരണം നമുക്ക് അങ്ങനെ ലഞ്ച് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് ഉണ്ടാക്കി നല്ല അടിപൊളി ലഞ്ച് അങ്ങോട്ട് കഴിഞ്ഞു. ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾ ടേസ്റ്റ് നൂഡിൽസിൻ്റെ ഫിഷ് കറി മേടിക്കുന്നത്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അങ്ങോട്ട് സദ്യ പ്രിപ്പറേഷൻ അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ്. കുക്കറിൽ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിയലിനെ വെച്ചിട്ടുണ്ട്. പിന്നെ മെരക്ക് പുരട്ടിക്കൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായി ഓരോ ഗ്യാസ് സ്റ്റൗവിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ട്. പിന്നെ അവിയലിനുള്ള അരപ്പൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഈ അരപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ടൊക്കെ കാണാം. കാരണം നമ്മൾ എപ്പോഴെപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. ആദ്യമായിട്ടല്ല, ഈ സദ്യക്കായിരിക്കും ചില കാര്യങ്ങളൊക്കെ വർഷത്തിലൊരു പ്രാവശ്യം ഉണ്ടാക്കാറുള്ളൂ. ഈ അവിയലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഇടയ്ക്കൊന്നും ഉണ്ടാക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അരപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ വരും. പിന്നെ ഈ പ്രാവശ്യം ഞാൻ നമ്മുടെ മധുര എരിശ്ശേരി വെച്ചത് ഇങ്ങനത്തെ രീതിയിൽ മെലൺ മേടിച്ചിട്ടാണ് കേട്ടോ. അല്ലാത്ത രീതിയിൽ നമ്മൾ ആ രീതിയിലൊരു മെലൺ മേടിക്കുകയാണെങ്കിൽ പിന്നെ പകുതി ഫ്രിഡ്ജിലിരിക്കും. പിന്നെ അത് ചീത്തയാകും. പിന്നെ അതെടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് ഇങ്ങനത്തെ രീതിയിൽ മെലൺ മേടിച്ച് ഉണ്ടാക്കുന്നതല്ലേ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ദിവസം കുക്ക് ചെയ്തത്. ഇന്നലെ രാത്രി 4 സാധനങ്ങൾ വെച്ചു. ഇന്ന് രാവിലെ ഒരു സാധനം വെച്ചു. ഇപ്പോൾ 9 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എളുപ്പപ്പണി എല്ലായിരുന്നു ഗൈസ്, ഭയങ്കര പാടായിരുന്നു. അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കിച്ചണും വൃത്തിയാക്കി, സ്റ്റവ് ടോപ്പൊക്കെ വൃത്തിയാക്കിണ്ട്. ഞാൻ എപ്പോഴും കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇത് വൃത്തിയാക്കാറുണ്ട്. എനിക്കിത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഇവിടെ ഞാനൊരു ടവറൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു.
അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി എനിക്കിവിടെ വാക്യൂം പിടിക്കണം. വാക്യൂം പിടിച്ചിട്ട് വേണം എനിക്കൊന്ന് പോയി കുളിക്കാൻ. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം നാളത്തേക്കുള്ള സാരിയും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. തേക്കൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് പ്ലീറ്റ്സ് എടുത്ത് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എനിക്ക് പ്ലീറ്റ്സ് അങ്ങനെ എടുക്കാൻ അറിയത്തില്ല. ഞാൻ എല്ലാം ഉപ്പീരി പരിപാടിയാണ് ഈ പ്ലീറ്റ്സിൻ്റെ കാര്യത്തിൽ. അപ്പം നാളത്തെ സാരിക്ക് ഞാൻ ഓർത്തു ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് വെച്ചേക്കാം. കാരണം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടി എല്ലാം ഒന്ന് നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. പിന്നെ ജ്വല്ലറിയും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇനി വാക്യൂം പിടിച്ചിട്ട് കാണാം. വാക്യൂം ഒക്കെ പിടിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ 2 സെറ്റ് തുണികൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മടക്കി വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കുന്നത്. കാരണം എനിക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ എടുക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് 2 മണിയായിട്ടുണ്ട്. ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. സാരി ഞാൻ തേച്ചിട്ടും ഇല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യണം. അപ്പോൾ കുളിക്കാൻ നേരത്ത് ഞാൻ തല ഇന്ന് നനയ്ക്കുന്നില്ല. കാരണം ഇന്നലെ ഞാൻ ഷാമ്പു ഇട്ട് കുളിച്ചായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ദേഹം കഴുകിയിട്ട് പെട്ടെന്ന് സാരി തേക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നാളെ രാവിലെ എഴുന്നേറ്റിട്ട് സാരി തേക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് ഉണ്ട്. അപ്പോൾ 2 മണിക്കാണ് അവരിവിടെ വരണമെന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 11:30 ആകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പായസം വെക്കണം. പിന്നെ ഒരുങ്ങുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ സാരി നേരത്തെ ഡ്രേപ്പ് ചെയ്ത് എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഓർത്തു ആ 11:30 എന്നുള്ളത് 12 മണിയോ 12:30 വരെ ആക്കാമെന്നുള്ളത്. എന്തായാലും ഞാൻ പെട്ടെന്നൊന്നും ദേഹം നനച്ചിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ കാര്യങ്ങൾ ചെയ്ത് തീർത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം. ഇതാണ് ഇന്ന് ഉടുക്കാനായിട്ട് പോകുന്ന സാരി. ഇതാണ് അച്ഛൻ്റെ ഷർട്ട്, റെഡ് ഷർട്ട്. അച്ഛനെ സ്ഥിരമായിട്ട് കാണുന്നൊരു ഷർട്ടാണ് കേട്ടോ ഈ ഒരു റെഡ് ഷർട്ട്. പിന്നെ ഇതാണ് എൻ്റെ സാരി. ഈ സാരി ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം കൊടുത്തൊരു സാരി ആയിരുന്നു ഷെഫീൽഡിൽ വെച്ച്. ഇത് ഞാൻ 9 ബുട്ടിക്കിൽ നിന്നാണ് മേടിച്ചത്. കണ്ടോ, ഗോൾഡൻ ബോർഡേഴ്സ് ആണ് സാരിക്ക് വരുന്നത്. ഇത് നല്ല രസമാണ് കേട്ടോ ഈ ഒരു സാരി ഉടുക്കാനായിട്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ ഒരു സാരി നല്ല രീതിയിൽ ഒന്ന് തേച്ചെടുക്കണം. ഞാൻ അന്ന് മടക്കി വെച്ചത്, പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതാണ് ഇന്ന് ഉടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ബ്ലൗസ് ഞാൻ മേടിച്ചത് മിന്ത്രയെന്നാണേ. ഇത് 9 ബുട്ടിക്കിൻ്റെ ബ്ലൗസ് അല്ല. ഇതിലൂടെ ബ്ലൗസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ബ്ലൗസ് എനിക്ക് ഭയങ്കര ലൂസ് ആയതുകൊണ്ട് ഇത് ഞാൻ മിന്ത്രയെന്ന് നേരത്തെ മേടിച്ചിട്ടുള്ള ഒരു ബ്ലൗസ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് ഈ ഒരു ബ്ലൗസിന്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ഹുക്ക് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഹുക്ക് വരുന്നത്. അപ്പോൾ ഇത് പഴയ മോഡൽ രീതിയിലുള്ള ഒരു ബ്ലൗസാണ്. എൻ്റെ കറക്റ്റ് സൈസിൻ്റെ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് സെറ്റാക്കി എടുക്കണം. എൻ്റെ ഷർട്ടും സാരി ഞാൻ സാരി ഞാൻ ഒരു വിധത്തിലാണ് തേച്ച് വെച്ചേക്കുന്നത്. എനിക്ക് സാരി വൃത്തിക്ക് തേക്കാനൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ മുണ്ടും ഷർട്ടും അതെനിക്ക് നല്ലതായിട്ട് തേക്കാൻ അറിയാവുന്നതുകൊണ്ട് അത് ഞാൻ തേച്ചു. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ജ്വല്ലറീസ് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് റെഡ് സാരി വരുന്നതുകൊണ്ട്, നമുക്ക് റെഡ് കളർ സാരി രീതിയിൽ വരുന്നതുകൊണ്ട് ഞാൻ ഓർക്കുന്നത് ഒന്നിയിൽ ഈ ഒരു ജ്വല്ലറി അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്ന ഈ ഒരു ജ്വല്ലറി ഇട്ടാലോ എന്നുള്ളതാണ്. എനിക്കറിയത്തില്ല, ചിലപ്പം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഇന്ന് ഇടാനായിട്ട് പോകുന്ന ജ്വല്ലറി. ശംഖ് ഡിസൈനിലാണ് വരുന്നത്. എത്തനോസ് എന്നാണ് കേട്ടോ മേടിച്ചത്. ഗ്രീൻ വിത്ത് റെഡ് സ്റ്റോൺസ് ആണ്. ഇത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ വീഡിയോ കാണാൻ പോലല്ല, നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കമ്മൽ വരുന്നത് ഇതാണ്. ഒരു ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് വിത്ത് ഇങ്ങനത്തെ ഒരു ഞാത്ത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ജ്വല്ലറി സെറ്റ് ആയെങ്കിൽ നമുക്ക് വള സെറ്റാണ്. എൻ്റെ ട്രഡീഷണൽ വള കളക്ഷൻസ്. ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു സെറ്റാണ് നാളെ ഇടാനായിട്ട് പോകുന്നത്. അങ്ങനെ വളയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ട് പോവാം. ഞാൻ ആദ്യം ഓർത്ത് കയ്യിൽ നെയിൽ പോളിഷ് ഇടണമെന്നായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമല്ലോ. അപ്പം പിന്നെ നെയിൽ പോളിഷ് ഇടുന്നതിനായിട്ട് നല്ലത് പെട്ടെന്ന് ഈ നെയിൽസ് ഇങ്ങനെ പറിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ ഈ ഒരു നെയിൽസ് സെറ്റ് ഞാൻ മേടിച്ചത് തെമ്മൂന്നാണേ. ഇത് സാരിക്കൊക്കെ മാച്ച് ആവുന്നൊരു കളറാണ്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റിക്ക് ഓൺ നെയിൽസ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു പാക്കറ്റിനകത്ത് നെയിൽസ് ഇത്രയും സെറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു നെയിൽ ഫയൽ ഉണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ഗ്ലൂ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാക്കറ്റിൽ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്കറിയത്തില്ല ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത്. ഇത് നല്ല രീതിയിൽ ഫ്ലോപ്പായി ഗൈസ്. ഇത് ഞാൻ ഇത് വെച്ചിട്ട് അടിച്ചു നോക്കി, എന്നിട്ടും അത് സ്റ്റിക്ക് ആവുന്നില്ല. ആ ഗ്ലൂ അങ്ങോട്ട് സ്റ്റിക്ക് ആവുന്നില്ല, അതാണ് പ്രശ്നം. കണ്ടു, ഇത് ലെഫ്റ്റ് ഹാൻഡിലും ഇത് റൈറ്റ് ഹാൻഡിലും ഞാൻ ഇടാൻ വേണ്ടി സോർട്ട് ചെയ്ത് വരും. എനിവേസ് ദിസ് ഇസ് ഫ്ലോപ്പ്. അപ്പോൾ നമുക്കിനി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇനി നമുക്ക് നാളെ കാണാം. ഇന്ന് നൈറ്റിന് പോകുന്നതുകൊണ്ട് 11:30 ആയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത്. അങ്ങനെ എഴുന്നേറ്റിട്ട് പായസത്തിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇൻസ്റ്റൻറ്റ് പരിപ്പ് പ്രഥമനാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയത്. സേമിയ പായസം ഉണ്ടായിരുന്നു, പക്ഷെ വേറൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ മേടിച്ചില്ല. ഈ പ്രാവശ്യം ഡബിൾ ഹോഴ്സിൻ്റെ ഈ ഒരു ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ അങ്ങ് മേടിച്ചു. അങ്ങനെ ഇതങ്ങ് ഉണ്ടാക്കി. പക്ഷെ പായസത്തിന് അങ്ങനെ വലിയ തൃപ്തിയൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് നല്ല പായസം കുടിച്ച ആൾക്കാർക്ക് ആർക്കും ഈ പായസം ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണൊക്കെ ഒന്ന് എഴുതി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാരി എടുക്കണം. വലിയ പരിപാടിയാണല്ലോ ഈ സാരി എടുക്കാനായിട്ട്. അങ്ങനെ സാരിയൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ആ ഗസ്റ്റ് വന്നേക്കാണ്. ഫൈനലി സദ്യയും കാര്യങ്ങളൊക്കെ വിളമ്പിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സദ്യ നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഒരു സുഖമല്ലേ. പിന്നെ ഇവരാണെങ്കിൽ ചോറും രസവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്കറിയൊക്കെ ഇവർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ചേച്ചിക്കൊക്കെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെയാണ് മിക്ക കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിൽഡിങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന ബാക്ക് യാർഡിലോട്ടൊന്ന് പോകാമെന്ന് വെച്ചു. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു അടിപൊളി ഒരു ഡേ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രാവശ്യം ഓണമൊക്കെ കൊളാവും എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. പക്ഷെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴും ഇനി ഒരു 2 മണിക്കൂർ മാത്രമേ റെസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഇതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജി ആൻഡ് എസ് സൈനിങ് ഓഫ്.